ഹായ്, വീണ്ടും നമസ്കാരം. ജയം ജേണിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ റീലോഡ് മീഡിയ, എനിക്ക് റീലോഡ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റോസ്റ്റ് ചാനലാണ്. ഫിൽമി ഷെക്ക്, പിക്കറ്റ് ട്രോൾ, അതുപോലെ കുറെ ചാനലുകൾ കാണാറുണ്ട്. ഉബൈദ് ഇബ്രാഹിം കാണാറുണ്ട്. പക്ഷേ ഇപ്പൊ അടുത്തായിട്ട് ഉബൈദ് ഇബ്രാഹിമിന്റെ വീഡിയോസ് വളരെ കുറവേ കാണാറുള്ളൂ. ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് റീലോഡ് റോസ്റ്റ് ആണ്. അപ്പോ പുള്ളിന്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, റിയാക്ട് ചെയ്യാൻ പറഞ്ഞ് ഒരുപാട് ആളുകൾ അയക്കാറുണ്ട്. പലപ്പോഴും ടൈം കിട്ടാതെ ലേറ്റ് ആയി പോകും. ലേറ്റ് ആയതിനു ശേഷം പിന്നെ അത് ഇടാറൊക്കെ, അല്ലെങ്കിൽ ആ ട്രെൻഡാണ് പോകുമ്പോൾ അത് പിന്നെ ചെയ്യാതിരിക്കും. ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. എന്നാൽ ഇപ്പോ ജസ്റ്റ് 1 hour മുമ്പ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീണ്ടും അസിങ്കം. തമിഴ്നയിൽ തന്നെ ഭയങ്കര രസമാണ്. മൊരട്ടനൊക്കെ പുള്ളിക്കാരന്റെ വേറെ ലെവൽ സാധനമായിരുന്നു. നോട്ട് എ റിവ്യൂ, റീലോഡ് റോസ്റ്റ്. അപ്പൊ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീണ്ടും അസിങ്കം. അയ്യോ, 7 minute 29 സെക്കൻഡിലെ വീഡിയോ ആണ്. സിംഗത്തിനാണ് ഈ അസിംഗം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഉറപ്പല്ലേ? കണ്ടോക്കാം. ഇക്കഴിഞ്ഞ ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടി രോഹിത് ഷെട്ടി ആളുടെ കോപ്പിലെ യൂണിവേഴ്സിൽ നിന്ന് പടച്ചുവിട്ട അടുത്ത കോപ്പവരാതാണ് സിംഗം മികൈ. ഈ പടത്തിന് എഴുതാൻ പ്രത്യേകിച്ച് കഥയൊന്നും കിട്ടാത്തതുകൊണ്ട് പഴയ രാമായണത്തിന്റെ കഥയിൽ കുറച്ച് അവഞ്ചേഴ്സും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസും കൂടി കുഴച്ച് വെച്ച് അങ്ങോട്ട് പണി. സോ ഈ പടം തുടങ്ങുന്നത് തന്നെ വെറുതെ ഗവൺമെന്റിന്റെ പൈസ കളയാൻ വേണ്ടി കാശ്മീരിൽ പോയി കശുവണ്ടി ചുടറ പോലെ തീവ്രവാദികളെ ചുട്ടോണ്ടിരിക്കണം നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സിംഗം. അസാധ്യ മൽപ്പിടുത്തത്തിലൂടെ നൊട്ടോറിയസ് ക്രിമിനലായ ജാക്കി ഷറഫിനെ അറസ്റ്റ് ചെയ്യണത് കാണിച്ചിട്ടാണ്. അത് കഴിഞ്ഞ ആളെ ഹോം മിനിസ്റ്റർ വിളിച്ച് വെൽഡൻ സിംഗ് എന്നൊക്കെ പറഞ്ഞ് അവഞ്ചേഴ്സ് പോലെ ഇന്ത്യയിലുള്ള എല്ലാ പോലീസുകാരും വെച്ചൊരു സ്ക്വാഡ് ഉണ്ടാക്കും. പേര് ദ ശിവ സ്ക്വാഡ്. അതിന്റെ ഹെഡ് നമ്മുടെ സിംഗം. ആൻഡ് ഈ ഡ്യൂപ്ലിക്കേറ്റ് സിംഗത്തിന്റെ ഭാര്യയാണ് രാമായണം തലക്കി പിടിച്ച് നടക്കണ കരി. പണ്ട് ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്ത രാമായണൊക്കെ വീണ്ടും എങ്ങനെ അതിനേക്കാൾ കൂറ ഗ്രാഫിക്സ് വെച്ച് റീടെലികാസ്റ്റ് ചെയ്യാന്നുള്ള റിസർച്ച് നടത്തുന്ന ആളാണ് നമ്മുടെ കരി. അങ്ങനെ കരിന്റെ ഇൻട്രോ കഴിയുമ്പോഴാണ് ഓടിക്കൊണ്ടിരിക്കുന്ന സ്കോർപ്പിയോയില് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ചാടി ഇറങ്ങി വരണം നമ്മുടെ ലേഡി സിംഗത്തിനെ കാണിക്കുക. തമിഴ്നാട് പോലീസിന്റെ ഏക സിംഗമാണ് ഈ ലേഡി സിംഗം. അപ്പൊ നിങ്ങളുടെ ഈ യൂണിവേഴ്സിൽ നമ്മുടെ ഒറിജിനൽ സിംഗമേ ഇല്ലേ? മൂപ്പര് കാരനാണ് ഇങ്ങനെ യൂണിവേഴ്സേ ഉണ്ടായെന്നുള്ളൊരു നന്ദി. അങ്ങനെ ഈ ലേഡി സിംഗം ഇൻട്രോയിൽ തന്നെ ഏതോ അമ്പലത്തിൽ അന്നദാനത്തിന് അലമ്പുണ്ടാക്കാൻ വന്നവന്മാരെ അടിച്ചോടിച്ച് അറസ്റ്റ് ചെയ്തു. അവന്മാരുടെ ഗ്യാങ് ലീഡർ അർജുൻ കപൂർ വന്ന് കൈദിലെ പോലെ പോലീസ് സ്റ്റേഷൻ അടിച്ചു വരുത്തി അവരങ്ങോട്ട് ഇറക്കിക്കൊണ്ടു പോകും. പക്ഷെ അതേപോലെ ചെയ്ത മാസില്ല എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പും കത്തിച്ച് ആ പഴുത്ത ജീപ്പിൽ ചന്തിയും കെറ്റി വെച്ചോണ്ടിരുന്നിട്ടാണ് ഇവന്റെ ഇൻട്രോ. ഈ മൂട്ടർ തീ പിടിച്ചെന്നൊക്കെ കേട്ടിട്ടല്ലേ കണ്ട് ആ മൊരട്ടന്റെ അതേ സ്വഭാവം. എന്റെ ആളുടെ കൂടെ വന്നവന്മാരാണെങ്കിലും കഴിഞ്ഞ ആഴ്ച ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടി ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കുറെ നിലച്ചക്കറൊക്കെ കറക്കി എറിഞ്ഞ സ്റ്റേഷനുകൾ കത്തിക്കും. ഇതും കഴിഞ്ഞ് ഉള്ളിൽ കയറിയ കബൂർ തൊഴിലുറപ്പുകാരെ മനസ്സിൽ ധ്യാനിച്ച് കാട് വെട്ടറ പോലെ അവന്മാരൊക്കെ വെട്ടിയറിഞ്ഞ് അവസാനം ചുമരിന്റെ അറ്റത്ത് ഒളിഞ്ഞിരുന്ന ഒരു പോലീസുകാരനെ വായിൽ വാളും വെച്ച് കഴുത്തിൽ നെക്കിസ് അടിച്ച് കൊല്ലും. ഇവന്റെ മുഖം കണ്ടല്ലോ ഇപ്പോഴും വീട്ടിൽ പോയി രാത്രി സെർലാക്ക് കുടിച്ച് കിടക്കണമെന്നാണെന്നേ പറയും. ഇവരാണ് അത്ര ഇതിലെ കൊടൂരമില്ല. അങ്ങനെ വെറുതെ പട്ടി ഷോ കാണിച്ച പോലീസുകാരെ മൊത്തം കൊലക്കി കൊടുത്ത സങ്കടത്തിലിരിക്കണം നമ്മുടെ ലേഡി സിംഗത്തിനെ ആശ്വസിപ്പിക്കാൻ. ഡ്യൂപ്ലിക്കേറ്റ് സിംഗം വരുന്ന ടൈമിൽ നമ്മുടെ സെർലാക്ക് മോറം വന്ന് ഒരു ആവശ്യമില്ലാണ്ട് കരിനെ തട്ടിക്കൊണ്ടുപോകും. ഇത്ര ഉള്ള നമ്മുടെ ജെട്ടിയെണ്ണം കൈന്നിട്ടത് ബാക്കി മുഴുവൻ രാമായണം. അതായത് ഈ കോപ്പിലെ യൂണിവേഴ്സിലെ ഡ്യൂപ്ലിക്കേറ്റ് സിംഗർ രാമൻ, കരിയിച്ച് സീത, ഈ സെർലാക്ക് മോറൻ രാവണൻ. ആൻഡ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന മുഴുവൻ രാമായണം. അത്ര എന്റെ ഇടക്കിടയ്ക്ക് ഇത് നമ്മളെ ഓർപ്പിക്കാൻ വേണ്ടി -720p സീരിയലിലെ ക്ലിപ്പിംഗ്സ് ഒക്കെ വാരി എറിയാറുണ്ട്. അതൊന്നും ഓർക്കാൻ പോലും വയ്യ. സോ അങ്ങനെ രാമായണത്തിലെ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോണ വഴി ജഡായി ഒന്ന് തടുക്കണ പോലെ ഇതിലെ ജഡായി ജാടിയിട്ട് വന്ന ആളുടെ തുട കൊണ്ട് തടുക്കാൻ നോക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ സീതേച്ചി ഓടി അടുത്തുള്ള പൊന്തക്കാട്ടി കയറും. നമ്മുടെ കഷ്ടകാലത്തിനാണെങ്കിലും ആ പൊന്തയിൽ കറക്റ്റ് ടൈമിൽ മൂത്രമൊഴിക്കാൻ കയറി നമ്മുടെ കടുവണ്ണൻ. ഇതിനെ കാണുമ്പോൾ ഒഴി നിർത്തി ലാവന്മാരൊക്കെ അടിച്ച് പരത്തി കരിനെ വീട്ടിൽ കൊണ്ടുപോകും. സംഭവം കടുവണ്ണനാണത്ര ഈ യൂണിവേഴ്സിലെ ലക്ഷ്മണൻ. അങ്ങനെ അവിടുത്തെ അടിയും കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഒരു 1500 പോലീസുകാരും കുറച്ച് ഹെലികോപ്റ്ററൊക്കെ എടുത്ത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സിംഗം അങ്ങോട്ട് വരിക. രാമ വന്ന് ജഡായുവിനെ കാണുന്ന പോലെ ഡ്യൂപ്ലിക്കേറ്റ് സിംഗം വന്ന ആളുടെ അസിസ്റ്റന്റിനെയും കണ്ട് സീതയിട്ട് ട്രാക്കർ എടുത്തുകൊണ്ട് കടുവണ്ണന്റെ വീട്ടിൽ ജഡായുവിന്റെ ചെറുതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പ്ലാവലയിൽ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതേ സമയം കടുവണ്ണൻ വീട്ടിൽ പോയി മാച്ചോന്റെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ് സീതേച്ചിനെ തേടി മത്താപ്പും നിലച്ചക്കറൊക്കെ കത്തിച്ച് രാവണന്റെ ഗ്യാങ് വരിക. പിന്നെ അവിടെ നടന്നത് ഒരു ഇൻഫിനിറ്റി വാർ ലെവൽ ഫൈറ്റ് ആണ്. ആ അടിയുടെ അവസാനം പിന്നെ രാവണ സീതനെ തട്ടിക്കൊണ്ട് നേരെ ശ്രീലങ്കയിൽ പോയി കഴിയുമ്പോഴാണ് രാമൻ വരിക. ആളുടെ ഒരു അവസ്ഥ, ഈ എല്ലാ ഗ്യാങ്ങിലും എല്ലാ പരിപാടിക്കും സ്ഥിരം ലേറ്റായി വരണ ഒരുത്തരില്ലേ, അവന്റെ അതേ സ്വഭാവമാണ് ഈ ചങ്ങായിക്ക്. ഇത് കഴിയുമ്പോഴാണ് ഈ കോപ്പിലെ യൂണിവേഴ്സിലെ ഹനുമാന്റെ ഇൻട്രോ, ദി വൺ ആൻഡ് ഓൺലി സിംഗം.
സീതേനെ കണ്ടുപിടിക്കാൻ രാമൻ ഹനുമാന് വിടുന്ന പോലെ ഈ കരീനെ കണ്ടുപിടിക്കാൻ സിംഹം സിംബേനെ ശ്രീലങ്കയ്ക്ക് വിടും. അങ്ങനെ പറന്നു വന്ന് ലങ്കയെ കാലുകുത്തിയ സിംബേനെ ഗുണ്ടകൾ അപ്പ തന്നെ തൂക്കിയെടുത്ത് നേരെ രാവണക്കോട്ടെ കൊണ്ടുപോകും. അവിടെ വെച്ചിട്ട് ഈ നാറി അവന്മാരെ നമ്മളെ ഒരേപോലെ കുറെ നേരം വെറുപ്പിച്ചിട്ട് ഒരു ലങ്കാ ദഹനങ്ങൾ നടത്തും. അവസാനം അവിടെ നിന്ന് ചാടി ഓടിയില്ല, അവൻ നേരെ അടുത്തുള്ള ഒരു കല്യാണപ്പേരെ കയറി ചെന്ന് ഓരോ കുണ്ടാവണ്ണിത്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിംഹത്തിന്റെ വരവ്. ഓ ഇതാണ് നമ്മൾ സിംഹം. രണ്ടും കൂടി അവിടെ കിടന്ന് സാമ്പാർ വേവിക്കാൻ വെച്ച വിറകുകൊള്ളി എടുത്ത് അടിച്ച് അരിപ്പൊടി മുളക് പൊടിയൊക്കെ വാരി എറിഞ്ഞ് ആ കല്യാണപ്പേര് അങ്ങോട്ട് കൊള്ളാക്കും. ഇതൊക്കെ കണ്ടോണ്ടിരുന്ന ആ കല്യാണ വീട്ടുകാർ ഇതുങ്ങളെ കണ്ടം വഴി ഓടിച്ച ഗ്യാപ്പിലാണ് സൂപ്പർമാൻ ബാറ്റ്മാനെ കണ്ട് കാറ് ക്രാഷ് ആവണ പോലെ വഴിക്ക് വെച്ച് കരീനെ കണ്ട് കൺട്രോൾ പോയി സിംഹത്തിന്റെ കാറ് ക്രാഷ് ആവുക. പക്ഷെ ആമത്തോട് പോലെ കാറ് തലകുത്തി മറിഞ്ഞിട്ടും കൊല മാസിൽ വിക്രത്തിലെ പത്തലെ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് നടന്നു വന്ന നമ്മുടെ സിംഹത്തിനെ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളൊക്കെ പിടിച്ചു വെച്ച് മസാജ് ചെയ്യും. ആൻഡ് ഇതിന്റെ ഗ്യാപ്പിലാണെങ്കിലോ നമ്മുടെ സിംഗണ്ണൻ കരീച്ചിക്ക് ഒരു കിസ്സും കൊടുക്കും. ഡേ പിടിച്ചോണ്ട് നിൽക്കണമാരെ എന്താ നിങ്ങൾ കാണിക്കുന്നത്, എന്ത് ഗുണയാടാ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ വില്ലന്റെ വായിച്ചെന്ന് പെട്ട ആ ഇന്റർനാഷണൽ കോപ്പുകളെ രക്ഷിക്കാൻ വേണ്ടി കോപ്പിലെ യൂണിവേഴ്സിലെ എല്ലാ കോപ്പന്മാരും വന്ന് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ലെവലിൽ ഒരു ഫൈറ്റ് അങ്ങോട്ട് നടത്തും. ആദ്യം തന്നെ സ്കൂൾ ബസ് എടുത്തോണ്ട് ലേഡി സിംഗവും കടുവയുടെ സ്റ്റിക്കർ ഒട്ടിച്ച ഒരു കാർ എടുത്തോണ്ട് കടുവണ്ണനും കറങ്ങി വന്ന് നെമ്മാറ വേലയ്ക്ക് അങ്ങോട്ട് തിരികൊളുത്തും. എന്താ അത് പോയി മലയാള പടത്തിലെ പാട്ടടക്കം ഉമ്മര് അടിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട. അങ്ങനെ മൊരട്ട് സിംഗങ്ങൾ അടി നടക്കുന്ന ഗ്യാപ്പിലാണ് ചാണകക്കുഴിക്ക് കുറച്ച് ആട്ടുംകാട്ടും കൂടി വാരിയിട്ട പോലെ ഈ അപരാധങ്ങളുടെ ഇടയിൽ കില്ലാടി സിംഹത്തിന്റെ വരവ്. രാമായണത്തിലെ ഗരുഡനാണ് അത്രയും മൂപ്പര്, അതുകൊണ്ട് പറഞ്ഞിട്ട് ഹെലികോപ്റ്ററിലേക്കാണ് വരുന്നത്. ആളും കൂടി വന്ന് ആ കാറും ഹെലികോപ്റ്ററും വെച്ച് ഇവന്മാര് നെഹ്റു കോളേജിലെ മോട്ടോ എക്സ്പോ നടത്തി ആദ്യത്തെ അവഞ്ചേഴ്സിലെ പോസ് അങ്ങോട്ട് ഇടും. അത് മാർവൽ യൂണിവേഴ്സിലെ അവഞ്ചേഴ്സ്, ഇത് കോപ്പിലെ യൂണിവേഴ്സിലെ സിംഗഞ്ചേഴ്സ്. ഇതും കഴിഞ്ഞ് നമ്മുടെ ലേഡി സിംഗം കരീനെ കടുവണ്ണന്റെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്താണ് അത് സംഭവിക്കുക. ഗ്രാവിറ്റി കൊഞ്ഞണം കുത്തിക്കൊണ്ട് സിംഗേച്ച് കുമാരേട്ടന്റെ ഹെലികോപ്റ്ററിന് മേലെ ഒറ്റച്ചാട്ടം. ഇതൊക്കെ കാണുന്ന എന്നിട്ട് മതിലുമക്കോടെ ഉറുമ്പ് പോണ പോലെ ആ കണ്ടെയ്നേഴ്സിന്റെ മേലെ കൂടെ ഹോട്ട് വീൽസിലെ പോലെ ലേഡി സിംഗം കാറും കൊണ്ട് പായണ കണ്ട ലവന്മാര് ആ കണ്ടെയ്നർ തൂക്കിയെടുത്ത് വെള്ളത്തിലിടാൻ നോക്കും. ഇത് കണ്ട കില്ലാടി സിംഗാണെങ്കിലോ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ഇറങ്ങിയ ക്രെയിന്റെ വള്ളിയും പൊട്ടിച്ച് തെന്നി ഇറങ്ങി കണ്ടെയ്നേഴ്സും പൊട്ടിച്ച് അവന്മാരൊക്കെ പുകച്ചു വിടും. മൂക്കിനകത്തെ രോമടക്കം എണീറ്റുന്ന് വായിക്കൂടെ വന്നു. പിന്നെ ഇതുങ്ങൾ അവിടെ നിന്ന് കുറെ നേരം വെറുപ്പിച്ച ശേഷം നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സിംഗം പത്തല ബീജയും ഇട്ട് ആ സെർലാക്ക് മോർണങ്ങോട് കൊല്ലും. ഇതും കഴിഞ്ഞ് ഈ ബോലോ സുബാക്കേസരി ഗ്യാങ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പോലെ ഇതെല്ലാം ചെയ്ത് ഫാമിലിക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പടം അങ്ങോട്ട് നിർത്തുക. പിന്നെ എൻഡ് ക്രെഡിറ്റിൽ ഒരു കൊണച്ച വിഗും ചൊറിഞ്ഞ് താടിയും വെച്ചുകൊണ്ട് ഡബാങ് യൂണിവേഴ്സിൽ നിന്നും ചുൽബുൽ സിംഗമായി നമ്മുടെ ബായ് കൂടി വരും. സംഭവം കോപ്പിലെ യൂണിവേഴ്സിലെ അടുത്ത പടം ലോഡിംഗ് ആണ് ഇത്ര. ഇതോടെ ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ അബദ്ധം കങ്കു ഒന്നുമല്ല, അത് സിംഗ് എന്നൊരു പടം ചെയ്താണ്. അതില്ലായിരുന്നെങ്കിൽ ഈ കോപ്പ് അപരാധമൊന്നും കാണേണ്ടതില്ലായിരുന്നല്ലോ. എന്റെ അമ്മോ, എന്തായാലും ഒരു ബോധമില്ലാത്തൊരു ടീം കിട്ടും. അതല്ലാതെ ഒന്നും പറയാനില്ല, ഒരു ബോധമില്ലാത്തൊരു ടീം. ഇല്ലൊന്നും പറയില്ല, കയ്യൂല ഓണാണ്.